ശ്രീ റോജി എം ജോൺ. സർ, അങ്കമാലി നിയോജകമണ്ഡലത്തിൻ്റെ വളരെ നാളുകളായിട്ടുള്ള ഒരു സ്വപ്നമാണ് അങ്കമാലി ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത്. അതിന് കിഫ്ബി പദ്ധതി അനുവദിച്ചുവെങ്കിലും സർ നിരവധി വർഷങ്ങളായിട്ട് അതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ അനന്തമായി നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യത്തിൽ നമുക്കറിയാം, എല്ലാ ഭൂമി ഏറ്റെടുക്കുന്ന പദ്ധതികൾക്കും സർവേയർമാരുടെ അഭാവം മൂലം ഇത് നീണ്ടുപോവുകയും ഇതിൻ്റെ പദ്ധതി ചെലവ് ഉൾപ്പെടെ വർദ്ധിച്ചു വരുന്ന, നമുക്ക് സംസ്ഥാനത്തിന് തന്നെ ബാധ്യതയായി വരുന്നൊരു കാഴ്ചയാണ്. അപ്പോൾ അങ്കമാലി ബൈപ്പാസിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ എത്രയും വേഗം പൂർത്തീകരിച്ച് ആ ഭൂവുടമകൾക്ക് ആ പണം ലഭ്യമാക്കി നമുക്ക് ഭൂമി ഏറ്റെടുത്ത് നിർമ്മാണത്തിലേക്ക് കിടക്കേണ്ടതായിട്ടുണ്ട്. സർ, അതുപോലെ തന്നെയാണ് അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ്. അത് എറണാകുളം ജില്ലയ്ക്ക് തന്നെ, അല്ലെങ്കിൽ എറണാകുളം പട്ടണത്തിന് തന്നെ വലിയ ഗതാഗത കുരുക്കിന് ആശ്വാസം പകരുന്ന ഒരു സ്വപ്ന പദ്ധതിയാണ്. അതിൻ്റെ 3A വിജ്ഞാപനം ഇറങ്ങി 6 മാസം കഴിഞ്ഞിട്ടും ഏതാനും വില്ലേജുകളിൽ മാത്രമാണ് അതിൻ്റെ കല്ലിടൽ നടപടികൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. പാലക്കാട് NHAI പ്രൊജക്ട് ഡയറക്ടറുടെ ഓഫീസിൻ്റെ നേതൃത്വത്തിലാണ് കല്ലിടൽ നടപടികൾ പുരോഗമിക്കുന്നത്. 18 വില്ലേജുകളിൽ ഇതിൻ്റെ കല്ലിടൽ നടത്തേണ്ടതായിട്ടുണ്ട്, ഭൂമി ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ അത് ഈ പറഞ്ഞതുപോലെ തന്നെ അനന്തമായി നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. 5 മാസം കഴിയുമ്പോൾ 3D വിജ്ഞാപനം ഇറക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഈ കല്ലിടൽ നടപടികളും അതുപോലെ തന്നെ സർവേ നടപടികളും അനന്തമായി നീണ്ടുപോകുമ്പോൾ നമുക്ക് ഒരു വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പദ്ധതി തന്നെ നമുക്ക് വീണ്ടും പുതുക്കി അനുമതി ലഭിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. കേന്ദ്ര സർക്കാർ നമ്മൾ ഭൂമി ഏറ്റെടുക്കാൻ വൈകിയെന്നതിൻ്റെ പേരിൽ നമുക്ക് അതിൻ്റെ തുടർ നടപടികളിലേക്ക് കടക്കുന്നതിൽ തടസ്സങ്ങൾ ഉണ്ടാവാൻ പോലും സാധ്യതകളുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം. ഇപ്പോൾ മരട് ഭാഗത്ത് നിന്ന് ഒരു പ്രത്യേക ടീമിനെ കൂടെ നിയോഗിച്ചുകൊണ്ട് ഈ കല്ലിടൽ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം. അതുപോലെ തന്നെ സർ, ഇത് നാഷണൽ ഹൈവേ ആക്ട് 1956 അനുസരിച്ചിട്ടാണ് ഭൂമി ഏറ്റെടുക്കൽ ഇപ്പോൾ നടക്കുന്നത്. അവിടെ ഭൂവുടമകളുടെ നാളുകളായിട്ടുള്ള ഒരു ആവശ്യമാണ്. ഇത് 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമം അനുസരിച്ച് ഈ ഭൂമി ഏറ്റെടുക്കണമെന്നും അതനുസരിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ കോമ്പൻസേഷൻ അവർക്ക് ലഭ്യമാക്കണമെന്നുള്ളത്. സർ, എനിക്കൊരു കാര്യം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ ഒരു അഭ്യർത്ഥിക്കുവാനായിട്ടുള്ളത്. സർ, ഇവിടെ MLA എല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാവരും ഈ കാര്യത്തിൽ, ഈ അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുന്ന കാര്യത്തിൽ ഞങ്ങളൊക്കെ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നവരാണ്. ഇത് നമ്മുടെ എറണാകുളം ജില്ലയുടെ തന്നെ, അല്ലെങ്കിൽ എറണാകുളം പട്ടണത്തിന് ഒരു പ്രധാന ഒരു ബൈപ്പാസ് എന്ന നിലയിൽ ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ മുൻകൈയെടുത്ത് ഒരു യോഗം വിളിച്ച്, സാധിക്കുമെങ്കിൽ നിയമസഭാ സമ്മേളന കാലയളവിൽ തന്നെ ഒരു യോഗം വിളിച്ച് നമുക്ക് ഈ കാര്യങ്ങൾ എത്രയും വേഗം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാവണമെന്നാണ് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി. സർ, അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ്, അങ്കമാലി ബൈപ്പാസ് എന്നീ പ്രവർത്തികളുമായി ബന്ധപ്പെട്ടാണ് ബഹുമാന്യനായ റോജി ഇവിടെ സബ്മിഷൻ ഉന്നയിച്ചിട്ടുള്ളത്. ദേശീയപാത 544 വാഹന സാന്ദ്രത കണക്കിലെടുത്താണ് ബൈപ്പാസ് നിർമ്മിക്കുന്നതിന് തീരുമാനിച്ചത്. സംസ്ഥാന സർക്കാരിൻ്റെ കൂടി പങ്കാളിത്തത്തോടെയാണ് അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് സാധ്യമാക്കുക. ഈ ബൈപ്പാസ് നിർമ്മാണത്തിന് ചരക്ക് സേവന നികുതിയും റോയൽറ്റിയും ഒഴിവാക്കി 424 കോടി രൂപയുടെ അധിക സാമ്പത്തിക ബാധ്യത വഹിക്കുവാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ദേശീയപാത 66 സ്ഥലമേറ്റെടുക്കലിൻ്റെ 25% 5580 കോടി രൂപ നമ്മുടെ സംസ്ഥാനം നൽകി. അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന സർക്കാർ ഇങ്ങനെ പണം നൽകിയത് എന്ന് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുക. അതിനു പുറമെയാണ് തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ്, കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് ഹൈവേ, അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് എന്നിവക്കാണ് 2370 കോടി 59 ലക്ഷം രൂപയുടെ അധിക സാമ്പത്തിക ബാധ്യത സംസ്ഥാനം ഏറ്റെടുക്കുന്നത്. അതിന് പല കാരണമുണ്ട്, ഞാനിപ്പോൾ അത് വിശദീകരിക്കുന്നില്ല. പശ്ചാത്തല വികസന മേഖലയിൽ നിശ്ചയദാർഢ്യത്തോടെ LDF സർക്കാർ പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ നടപടികൾ. നിലവിൽ അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പുരോഗമിക്കുകയാണ്. 3A പ്രകാരമുള്ള നോട്ടിഫിക്കേഷൻ 29/8/2024 പുറപ്പെടുവിച്ചു. അതിർത്തി കല്ലുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി പുരോഗമിക്കുന്നു. സർവേ നടപടികൾ പൂർത്തിയായ ശേഷം 3D നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ച് നഷ്ടപരിഹാര വിതരണത്തിലേക്ക് കടക്കുമെന്നാണ് ദേശീയപാത അതോറിറ്റി അറിയിച്ചിട്ടുള്ളത്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കാൻ തീരുമാനിച്ച അങ്കമാലി ബൈപ്പാസും സ്ഥലമേറ്റെടുക്കൽ ഘട്ടത്തിലാണ്. പദ്ധതിക്കായി 275 കോടി 52 ലക്ഷം രൂപ കിഫ്ബി അനുവദിച്ചിട്ടുണ്ട്. RBDCക്ക് നിർവഹണ ഏജൻസിയായി നിശ്ചയിച്ച് പ്രവർത്തനങ്ങൾ നടന്നു വരികയും ചെയ്യുന്നു. അങ്കമാലി വില്ലേജിലെ പൊന്നുവില നടപടികളിൽ ഉൾപ്പെട്ടു വരുന്ന സ്ഥലങ്ങളുടെ നിലവിലെ ന്യായവില രജിസ്റ്റർ പുനർനിർണ്ണയം നടത്തി കരട് വിജ്ഞാപനം ഫോർട്ട് കൊച്ചി സബ് കളക്ടർ 28/1/2025 പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ന്യായവില പുനർനിർണ്ണയം പൂർത്തിയായാൽ തുടർ നടപടികളിലേക്ക് കടക്കും. നടപടിക്രമങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട MLA ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ മറ്റ് മണ്ഡലങ്ങളും കൂടി ബന്ധപ്പെട്ടാണ് നിലയിൽ ഒരു യോഗം എന്തായാലും വിളിച്ചു ചേർക്കാമെന്നുള്ളത്, മറ്റ് MLA കൂടി പങ്കെടുപ്പിച്ച് യോഗം വിളിച്ചു ചേർക്കാമെന്നുള്ള സഭയെ അറിയിക്കുന്നു. ഇവിടെ അങ്കമാലി നിയോജക മണ്ഡലത്തിന് 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 437 കോടി 7 ലക്ഷം രൂപയുടെ പ്രവർത്തികളാണ് പൂർത്തിയാക്കിയതും നടന്നുകൊണ്ടിരിക്കുന്നതും എന്നുള്ളത് സഭയെ ഓർമ്മപ്പെടുത്തുന്നു. സ്ഥലമേറ്റെടുക്കൽ നടക്കുന്നതുമായ പ്രവർത്തികളുണ്ട്. കേരളത്തിൽ എല്ലായിടത്തും ഇങ്ങനെയുള്ള ഇടപെടൽ നടത്തുന്നു. അങ്കമാലി നിയോജക മണ്ഡലത്തിലെ
ദീർഘകാലത്തെ പല പ്രശ്നങ്ങളും ഈ കഴിഞ്ഞ 8-9 വർഷത്തിനിടയിൽ സർക്കാർ ഇടപെട്ടിട്ടുണ്ട്. അവിടെയും പ്രത്യേകം പദ്ധതി പൂർത്തീകരിക്കാൻ ഇടപെടാമെന്നുള്ളത് സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.